ഹായ് ഹലോ മക്കളെ, യെസ് അവിനമീസ് ആണ്. അപ്പം നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നല്ലോണം ചെയ്യുന്നുണ്ടൊക്കെ വിചാരിക്കുന്നു. നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ നിങ്ങളെ റിപ്ലൈ ഒക്കെ കാണുമ്പോൾ മിസ്സിന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? യെസ്, നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് അല്ലേ? അതെ, നമ്മൾ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഷുവർ. ഓക്കെ, അതിന് മുന്നേ മീൻസ് ഒരു കാര്യം പറയട്ടെ. നമ്മളെ August 15 ഇൻഡിപെൻഡൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ്, നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എഡ്യൂപോർട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. August 15 വരെ ഡേറ്റ് ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഓണം എക്സാമിന് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത്? യെസ്, നമ്മൾ ലൈവുകളൊക്കെ കറക്റ്റ് നമ്മൾ ഫാക്കൽറ്റീസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. യെസ്, നിങ്ങൾക്ക് എന്താ PDF ആയിട്ട് നോട്ട്സ് ഒക്കെ തരുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാം ഇവിടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ സെറ്റ് ആണ്. തികച്ചും ഫ്രീ ആണ് മക്കളെ കേട്ടോ. ഒരു ക്ലിക്കിന് വേണ്ടി നിങ്ങൾ മടിക്കാൻ പാടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. അവിടെ നമ്മളെ കമന്റ് പിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മളെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിലേക്ക് ജോയിൻ ആയിക്കോളൂ. അതുപോലെ തന്നെ നമ്മൾ നോട്ട്സ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ടുവാർഡ്സ് എ 100-fold yield അല്ലെ? എന്താ വിളയിക്കാം 100 മേനി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആട്ടോ. കാര്യമായിട്ട് തന്നെ പഠിച്ചോളൂ. അപ്പോൾ നമ്മൾ എന്താ പറയാൻ വന്നത്? യെസ്, നമുക്കിവിടെ സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സ് പഠിക്കാനുണ്ട് അല്ലെ? ഈ സങ്കരയിനം വിത്തുകൾ ഏത് പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്? യെസ്, വർഗ്ഗസങ്കരണം അല്ലെ? ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. മിസ് മുന്നത്തെ ആ ഒരു ലൈവിലും അതുപോലെ തന്നെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് സീഡ്സിനെ നോക്കാം. ഇത് നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഹൈബ്രിഡ് സീഡ്സിന്റെ എക്സാമ്പിൾസ് എഴുതാനോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് ചോദിക്കോളൂ. മുളക് അല്ലെങ്കിൽ ചില്ലി എന്താ സങ്കരയിന വിത്ത്? ഉജ്ജ്വല അല്ലെങ്കിൽ ജ്വാലാമുഖി അല്ലേ? മുളക് കടിച്ചാൽ ഇങ്ങനെ എരിവല്ലേ, ഒരു ജ്വാലയല്ലേ, കണ്ണിലൂടെയും മൂക്കിലൂടെയും എല്ലാം പാറ. അതങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഉജ്ജ്വല അല്ലെങ്കിൽ ജ്വാലാമുഖി, ചില്ലി. ഓക്കെ, ഇതാ ചില്ലി, ഉജ്ജ്വല അല്ലെങ്കിൽ ജ്വാലാമുഖി. ദെൻ പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പയറ് പോലത്തെ പയറ് പോലത്തെ ജ്യോതികക്ക് നല്ല ഭാഗ്യമാണ്. പയറ് പോലത്തെ ജ്യോതികക്ക് നല്ല ഭാഗ്യമാണ്. ഓക്കെ, പയറ് P ആണ് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം മക്കൾ ഓർമ്മിക്കണം. ദെൻ നെല്ല്, പവിത്ര, അന്നപൂർണ അല്ലെ? പവിത്രന്റെ അന്നം നെല്ലാണ്. ഓക്കെ, പവിത്രന്റെ അന്നം നെല്ലാണ് അല്ലെങ്കിൽ പേടിയാണ് കേട്ടോ. പേടി. ഓക്കെ, പവിത്രന്റെ അന്നം നെല്ലാണ് അല്ലെങ്കിൽ പേടിയാണ്. ഇനി തെങ്ങ് സിമ്പിളാ ഓർമ്മിച്ച് വെക്കാം. നിങ്ങൾ നോക്കിക്കോ, തെങ്ങിന് കയറുന്ന അല്ലെ? തെങ്ങിലൊക്കെ കയറൂലേ? അപ്പൊ ചന്ദ്രേട്ടനാട്ടോ കയറുക. നോക്കിക്കടാ, ചന്ദ്രലക്ഷ and ചന്ദ്രശങ്കര. ചന്ദ്രലക്ഷ്യം ചന്ദ്രശങ്കരയാണ് കോക്കോനട്ടിന്റെ വെറൈറ്റീസ് അല്ലെങ്കിൽ തെങ്ങിന്റെ വെറൈറ്റി. ഇനി വെണ്ട, സൽകീർത്തി, കിരൺ അല്ലേ? എന്താണ് സൽകീർത്തി, കിരൺ. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഓർമ്മിച്ച് വെക്കുക. ഒന്നുകൂടി പറയാം. ചില്ലി, ഉജ്ജ്വല, ജ്വാലാമുഖി. P എന്താ അല്ലെങ്കിൽ പയർ എന്താ? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. എന്താ ജ്യോതികക്ക് എന്താ? പയറ് പോലത്തെ ജ്യോതികക്ക് നല്ല ഭാഗ്യമാണ്. ഇനി പേടി അല്ലെങ്കിൽ നെല്ല് എന്താ? പവിത്ര, അന്നപൂർണ. എന്താ? പവിത്രന്റെ അന്നം നെല്ലാണ് അല്ലെങ്കിൽ പേടിയാണ്. കൊക്കോനട്ടിൽ എപ്പോൾ ആരേ കയറുള്ളൂ? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ലേഡീസ് ഫിംഗർ, സൽകീർത്തി ആൻഡ് കിരൺ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ക്ലാസ് 7 ഓണം എക്സാമിന് പഠിച്ചോളണം. USS എന്നൊരു സാധനം നിങ്ങളുടെ മുന്നിലുണ്ട്. LSS കിട്ടാത്ത മക്കൾക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. മറക്കാൻ പാടില്ല. ഓണം എക്സാമിന് ഫുൾ A ഗ്രേഡ് നേടിയാൽ മാത്രമേ USSന് സെലക്ട് ആവുള്ളൂ. നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നാൽ മാത്രം മതി. അവിടെ എല്ലാം സെറ്റ് ആണ്. അതുപോലെ തന്നെ USSന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, എപ്പോഴും 7 മണിക്ക് നിങ്ങൾക്ക് USSന്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നതായിരിക്കും. ഓക്കേടാ, ബൈ.